നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പൊങ്കാലയിടുകയാണ്. എല്ലാം നൽകി വളർത്തിയ ഉമ്മൻചാണ്ടി പാൽ കൊടുത്ത കൈക്ക് കടിച്ച് മറുകണ്ഠം ചാടിയതിൽ നെഞ്ചുപൊട്ടിയ വേദനയിൽ അന്ന് ഉമ്മൻചാണ്ടി കണ്ണീർ തുറച്ചു. ആ ഉമ്മൻചാണ്ടിക്കെതിരെ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച് പിണറായിയെ പോക്കറ്റിലാക്കാൻ നോക്കി. പക്ഷേ അയ്യപ്പഹിതം പ്രശാന്തിന് ജയിൽവാസമാണ് നൽകിയത്. ഇത് കാലമൊരുക്കിയ കാവ്യനീതി എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന മഹാമനസ്കനായ നേതാവിന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന വിശ്വസ്തനിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി ജയിലഴിക്കുള്ളിലേക്ക് എത്തുമ്പോൾ PS പ്രശാന്തിന്റെ ജീവിതരേഖ രാഷ്ട്രീയ മലക്കം മറിച്ചിലിന്റെയും രാഷ്ട്രീയ തഞ്ചം നോക്കലിന്റെയും കറുത്ത ഏടുകളാണ് തുറന്നു കാട്ടുന്നത്. തനിക്ക് ജീവനും രാഷ്ട്രീയ ജീവിതവും നൽകിയ നേതാവിനെ കണ്ണീരിലാഴ്ത്തി ചുവപ്പ് അങ്കിയെടുത്തണിഞ്ഞ പ്രശാന്ത് ഒടുവിൽ ശബരിമലയിലെ പവിത്രമായ സ്വർണം കവർന്ന കേസിൽ അഴിക്കുള്ളിലാകുമ്പോൾ അത് കാലം കാത്തുവെച്ച വിധിയാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഗുരുതരമായ രോഗം ബാധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ പ്രശാന്ത് മരണത്തോട് മല്ലിട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ആ മണിക്കൂറുകൾ അത്രയും പ്രശാന്തിന്റെ കുടുംബത്തിനു വേണ്ടി താങ്ങായി ആശുപത്രി വരാന്തയിൽ കുത്തിയിരുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ആ വാത്സല്യവും അനുകമ്പയും കൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് പാലോട് രവിയുടെ ശക്തമായ എതിർപ്പുകൾ മറികടന്ന് ആ ഉമ്മൻചാണ്ടി പടപൊരുതി നെടുമങ്ങാട് സീറ്റ് പ്രശാന്തിന് നേടിയെടുത്ത് നൽകിയതും പ്രശാന്തിനെ അവിടെ മത്സരിപ്പിച്ചത്. പക്ഷേ നെടുമങ്ങാട് മണ്ഡലത്തിൽ പ്രശാന്ത് വൻ ഭൂരിപക്ഷത്തിലാണ് തോറ്റു തുന്നം പാടിയത്. അപ്പോഴും പ്രശാന്തിനെ തള്ളിപ്പറയാതെ ഒപ്പം നിർത്തിയ ഉമ്മൻചാണ്ടി പ്രശാന്തിന്റെ പരാജയത്തിന് ശേഷവും ആ കുടുംബം വഴിയാധാരമാകാതിരിക്കാൻ അടുത്ത ബന്ധുവിന് സുരക്ഷിതമായ ജോലിയും വാങ്ങി നൽകി സംരക്ഷിച്ചു. എന്നാൽ ആ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും തണൽ പ്രശാന്ത് വളരെ വേഗം മറന്നു. തനിക്ക് രാഷ്ട്രീയ ഭാവി വാഗ്ദാനം ചെയ്ത CPM-ലേക്ക് കൂടുമാറാൻ പ്രശാന്ത് നീക്കങ്ങൾ ആരംഭിച്ചു. പ്രശാന്ത് പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്ന വിവരമറിഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒന്ന് നേരിട്ട് സംസാരിക്കാനുമായി ഉമ്മൻചാണ്ടി തന്നെ സ്വന്തം ഫോണിൽ നിന്ന് പ്രശാന്തിനെ വിളിച്ചു. എന്നാൽ പ്രശാന്ത് ഫോൺ എടുത്തില്ല. തുടർന്ന് പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോണിൽ നിന്നും വിളിച്ചെങ്കിലും പ്രശാന്ത് കോൾ കട്ട് ചെയ്തു. ഒടുവിൽ അവിടെയുണ്ടായിരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ പ്രശാന്ത് നിമിഷ നേരം കൊണ്ട് ഫോൺ എടുക്കുകയും ചെയ്തു. ഇതോടെ തന്നെ ഒഴിവാക്കിയതാണെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞു. താൻ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും എല്ലാവിധത്തിലും സംരക്ഷിക്കുകയും ചെയ്ത വിശ്വസ്തന്റെ ഈ ചതി ഉമ്മൻചാണ്ടിയുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഫോൺ സംഭാഷണത്തിന് ശേഷം നെടുവീർപ്പോടെ കണ്ണു നിറഞ്ഞ് കണ്ണീര് തുടച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി അന്ന് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഓർക്കുന്നു. പിതൃതുല്യനായ ഒരു നേതാവിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു പ്രശാന്തിന്റെ ആ ചുവപ്പ് പരവതാനി മാറ്റം. CPM-ലെത്തിയ പ്രശാന്തിന് അധികം വൈകാതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി ലഭിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങിയത് അധികാരത്തിന്റെയും പണത്തിന്റെയും മതത്തിലുള്ള അടിച്ചുപൊളി ജീവിതമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച് വിവാദങ്ങളിലേക്ക് നടന്നു കയറിയ പ്രസിഡന്റായിരുന്നു പ്രശാന്ത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രീതി പിടിച്ചുപറ്റാനും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ പദവി ഉറപ്പിച്ചു നിർത്തി വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാനും അതിനുവേണ്ടിയായിരുന്നു ആ ശരണം വിളി. എങ്ങനെയും പിണറായിയുടെ വിശ്വസ്തനാവുകയായിരുന്നു പ്രശാന്തിന്റെ ലക്ഷ്യം. എന്നാൽ ആഗോള അയ്യപ്പ സംഗമ ബുദ്ധി പോലും അതിന്റെ ഭാഗമായിരുന്നെങ്കിലും അത് അടിമുടി പാളുകയും LDF-ന് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജഡ്ജി ജയകൃഷ്ണനെ പോലും തീർത്തും ഇരുട്ടിൽ നിർത്തിയാണ് ശ്രീകോവിലിലെയും നടപ്പന്തലിലെയും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തേക്ക് കൊടുത്തുവിട്ടത്. 2019 നടന്ന പഴയ സ്വർണ്ണത്തട്ടിപ്പ് മറച്ചുപിടിക്കാനും വ്യാജരേഖകൾ ചമച്ചുമാണ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ കോടികൾ വിലമതിക്കുന്ന സ്വർണം ചെന്നൈയിലേക്ക് കടത്തിയത്. ഈ നീക്കത്തിന് പിന്നിൽ വൻ മോഷണമാണെന്ന് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. തുടക്കത്തിൽ ഇടതുഭരണം നിലവിലുണ്ടായിരുന്നതുകൊണ്ടും ബോർഡ് തലപ്പത്തിലുള്ളവരുടെ അറസ്റ്റ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നുള്ളതുകൊണ്ടും പോലീസിന് കൈകെട്ടി നിൽക്കേണ്ടി വന്നു. അങ്ങനെ പ്രശാന്തിനെ അന്ന് ആരും തൊട്ടില്ല.
എന്നാൽ ഭരണമാറ്റത്തോടെ ചരിത്രം പൂർണ്ണമായും മാറി. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ കേസിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടവും നിരീക്ഷണവും കേസിൽ നിർണായകമാകുന്നു. പ്രശാന്തിനുള്ള നേരിട്ടുള്ള പങ്കും ഭരണഘടനാപരമായ പദവിയുടെ ലംഘനവും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് അന്വേഷണ സംഘം പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കടന്നത്. രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. അറസ്റ്റിന് തൊട്ടു മുമ്പ് താൻ നിരപരാധിയാണെന്നും രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നതെന്നും ഫേസ്ബുക്കിലൂടെ വാദിക്കാൻ പ്രശാന്ത് ശ്രമിച്ചുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി SIT അത് പൊളിച്ചടുക്കി. പത്മകുമാർ, വാസു എന്നിവർക്ക് ശേഷം സ്വർണ്ണക്കൊള്ള കേസിൽ കുടുങ്ങുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മൂന്നാമത്തെ മുൻ പ്രസിഡന്റാണ് PS പ്രശാന്ത്. പിണറായി ശബരിമലയിലേക്ക് നിയോഗിച്ച 4 പ്രസിഡന്റുമാരിൽ 3 പേരും ഇതോടെ അഴിക്കുള്ളിലായി. പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് K. അനന്തഗോപൻ മാത്രമാണ് നിലവിൽ കേസിൽപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിനിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഇപ്പോൾ കേസിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആകാംക്ഷ. ഭരണസമിതി അംഗങ്ങളിലേക്കും അന്വേഷണം നീളുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. സ്നേഹിച്ച പ്രസ്ഥാനത്തെയും വളർത്തിയ ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവിനെയും വഞ്ചിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത പ്രശാന്തിന്റെ സാമ്രാജ്യമാണ് ഒടുവിൽ തകർന്നിരിക്കുന്നത്. പിണറായിയുടെ പോക്കറ്റിൽ കയറിപ്പറ്റാൻ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച പ്രശാന്തിന് അയ്യപ്പ കോപം മൂലം ലഭിച്ചത് ജയിൽവാസവും. കാരുണ്യത്തിന്റെ കൈക്ക് കുത്തിയ രാഷ്ട്രീയ വഞ്ചകന് കാലവും അയ്യപ്പനും നൽകിയ കാവ്യനീതിയായി പ്രശാന്തിന്റെ ഈ പതനത്തെ പൊതുസമൂഹം വിലയിരുത്തുന്നു.